അമൽ. ഞാൻ ഡിജിറ്റൽ മാർക്കറ്ററാണ്. ശാസ്തമംഗലത്ത് തന്നെ ഒരു IT കമ്പനിയിലെ ബ്രാൻഡിങ് കൺസൾട്ടൻസിലെ ഡിജിറ്റൽ മാർക്കറ്ററാണ്. ദിസ് ഈസ് ബെല്ല. ഷീസ് ബെല്ല. വീടെന്ന് പറയുമ്പോഴത്തേക്ക് ലാസാബ്സയാണ്. ദിസ് ഫെബ്രുവരി അവൾ 2 years ആവും. ലൈക്ക് നമ്മളൊരു ഫാമിലി മെമ്പർ തന്നെയാണ്. ഷീസ് ഫൺ ആൻഡ് ഫ്രണ്ട്ലി. അപ്പം അങ്ങനെയാണ് ആൾക്കാർ. ആൾ വലിയ അലമ്പൊന്നും ഇല്ലെങ്കിലും കുറേ ആണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആക്ച്വലി ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഫസ്റ്റ് ഡോഗാണ് ഇവർ. ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടിയാണ്. എൻ്റെ ബ്രദറുണ്ട്, ബ്രദറിൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അദ്ദേഹം ഒരു ബ്രീഡറാണ്. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് കിട്ടിയ ആളാണ്. നമുക്ക് വേണ്ടി ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ഇതിലായിട്ട് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞാൻ പിന്നെ ഗൂഗിളിലൊക്കെ ഒന്ന് കയറി ഇവരെ പറ്റി ഒന്ന് ഫാക്ട്സൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ലൈക്ക് ഇവരെ പണ്ട് ദലൈലാമ ടിബറ്റിൽ അവരുടെ ഫ്രണ്ട്സിന് വേണ്ടി US ബാക്കിയുള്ളവർക്കൊക്കെ ഈ ലാസാബ്സയാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് കിട്ടുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ഇവർ ഗിഫ്റ്റായിട്ട് കിട്ടുന്ന ഒരു ലക്കിയാണെന്ന് ഞാൻ വായിച്ചറിഞ്ഞു. അപ്പോഴത്തേക്ക് വി വെയർ ഹാപ്പി. ലൈക്ക് ഇവൾ വന്നതിന് ശേഷം നമുക്ക് കുറച്ചധികം സന്തോഷം കൂടിയിട്ടേ ഉള്ളൂ. ടിബറ്റ് എന്ന് വെച്ചാൽ ഇവരുടെ ഒറിജിൻ ടിബറ്റാണ്. ടിബറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ലൈക്ക് അവരുടെ നമ്മുടെ ഷാവലിൻ മോങ്സ് എല്ലാം മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവരെ ഒരു ഗാഡ്സ് വാച്ച് ഡോഗായിട്ട് അവർ യൂസ് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ അവർ ഭയങ്കര കാം മനുഷ്യരാണല്ലോ. അതേപോലെ ഒരു കാമായിട്ടൊരു ഡോഗ് തന്നെയാണ്. അവർ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആരും ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഒരു ഡോഗായിരുന്നു അവർ. അപ്പോഴത്തേക്ക് അതാണ് അവർ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അവർ ലക്കിയായിട്ട് ഭയങ്കര ഫോർച്ചുനേറ്റായിട്ടും പിന്നെ ഫർ ഓഫ് ഹാപ്പിനെസ് തന്നെയാണ് ഇതിനെ ഒരു സിനോണിമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലാസാബ്സ്. അപ്പോൾ അതാണ് ഇവർ ഗിഫ്റ്റായിട്ട് കൊടുത്തതെന്നാണ് ഞാൻ വായിച്ചറിഞ്ഞത്. എനിക്ക് മനസ്സിലായത് ഷീസ് ബെല്ല. എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ഒരു ഇംഗ്ലീഷ് സീരീസ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അതിൻ്റെ അകത്തൊരു ക്യാരക്ടറിൻ്റെ പേരാണ് ഞാൻ കിട്ടുള്ളൂ. അതിൽ ഇസബെല്ല നമുക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ. സോ ഞാൻ കോൾഡ് ബെല്ല. ആൻഡ് ഷീസ് ഇൻ കമ്മിങ് ഫെബ്രുവരി 2023 ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് 2 years ആവും. ഞങ്ങളുടെ അലാം ക്ലോക്ക് ഇവൾ വന്നതിന് ശേഷം ഞങ്ങൾ അലാം ക്ലോക്ക് വീട്ടിൽ വയ്ക്കാറില്ല. കാര്യം എന്ന് വെച്ചാൽ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അവരുടെ കൂടെയാണ്, ഫാദറിൻ്റെ മദറിൻ്റെയും കൂടെയാണ് അവൾ കിടന്നുറങ്ങാറുള്ളത്. രാവിലെ അവർക്ക് വാക്കിങ്ങിന് പോകുന്നൊരു ശീലമുണ്ട്. അപ്പോഴത്തേക്ക് രാവിലെ അവരിപ്പോൾ അലാം വയ്ക്കാതെ ഇവളാണ് അവരെ വിളിച്ചെണീപ്പിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഞാനും ഇപ്പം വർക്കിന് പോകാൻ സമയമാകുമ്പോഴത്തേക്ക് ഒരു രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്നെ ആദ്യം വിളിക്കും. അപ്പോൾ ഞാൻ എണീക്കത്തില്ല. പിന്നെ വീണ്ടും 8:30 ആകുമ്പോഴത്തേക്ക് എന്നെ എഴുന്നേൽപ്പിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു വിളിയിലൊരു കോളുണ്ട്. പക്ഷേ ഈ അലാം ക്ലോക്ക് അതാണ് റുട്ടീൻ. അപ്പോഴത്തേക്ക് അതിന് മുമ്പേ അച്ഛനും അമ്മയും ജോഗിങ്ങിന് പോയി കഴിഞ്ഞതിന് ശേഷം ഇവളെയും കൊണ്ട് അച്ഛനൊന്ന് വോക്കിങ്ങിന് പോകും. അതാണ് റുട്ടീന് തുടക്കം. മോർണിംഗ് റുട്ടീൻ അതാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് ഫുഡിങ് കാര്യങ്ങളുണ്ട്. ഫുഡെന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇവളുടെ ഫേവറേറ്റ് ഡ്രൂൾസിൻ്റെ ബിസ്ക്കറ്റാണ്. ഞങ്ങൾ പെഡിഗ്രിയും ഡ്രൂൾസും കൊടുക്കാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഡ്രൂൾസിൻ്റെ ഐറ്റംസ് പ്രോഡക്റ്റ്സ് തന്നെയാണ്. പിന്നെ മറ്റേ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സപ്ലിമെൻറ്റ്സ്, അതാണ് ആശുപത്രി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫാൻ ഓഫ് നോൺ വെജാണ്. ചിക്കനാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷ്. ഞങ്ങൾ ഇവർക്ക് വേണ്ടി മാത്രം എല്ലാ സൺഡേസും ചിക്കൻ മേടിക്കാറുണ്ട്. അപ്പോൾ ഷീ ഈസ് എ ഫാൻ ഓഫ് നോൺ വെജ്. അപ്പോൾ ഇതൊക്കെയാണ് ബെല്ല. ഇപ്പം വീണ്ടും അത് വലുതായിട്ടിപ്പം വലിയ ട്രിപ്സൊന്നും പോകണമെന്നില്ല. ഇപ്പം ഞാനിപ്പം രാവിലെ ഞാൻ മോർണിംഗ് 9 മണി 9:30 ആകുമ്പോൾ പോകും. പിന്നെ ഒരു 6 മണി 6:30 ആക്കുമ്പോഴാണ് വരുന്നത്. അറ്റ് ടൈം ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ വീടിൻ്റെ ഒരു 500 meters എത്തുമ്പോൾ തന്നെ ഷീ സ്റ്റാർട്ടഡ് ബാക്കിങ്. അപ്പം ഇപ്പം തന്നെ ഉച്ചയ്ക്കാണ് എനിക്ക് വന്നത്. ഞാൻ സാറ്റർഡേ എനിക്ക് ഉച്ച വരെ ഉള്ളൂ. അപ്പം വന്നപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് അഫെക്ഷനേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ലൈക്ക് എന്താ പറയുക, നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഭയങ്കര ഒരു അഫെക്ഷനേറ്റാണ് കാണിക്കുന്നത്. ഈവൻ എൻ്റെ ഫ്രണ്ട്സ് വന്നാൽ പോലും അവരുമായിട്ട് ഭയങ്കര കാര്യമായിട്ട്. ഇപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സുമാണ് വീട്ടിലേക്ക് വരുന്നെങ്കിലും എന്നെ മൈൻഡ് ചെയ്യാതെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ തോളിലേക്ക് ചാടി കയറുക എന്നുള്ളതിലുള്ള ഏറ്റവും വലിയ ഒരു ഹോബി എന്ന് പറയുന്നത്. ഈവൻ ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആവുന്ന ആളാണ്. ഈ കുറേ ഉണ്ടെങ്കിലും കുറേ ആൾക്കാർ ഈ ബാക്കിങ് കാണുമ്പോഴത്തേക്കും അഗ്രസീവ് ആണോ എന്നൊക്കെ നോക്കിയാലും പക്ഷേ ഒന്ന് അടുത്തെത്തുമ്പോഴത്തേക്ക് ഷീസ് ഫ്രണ്ട്ലി. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും എൻ്റെ ഡോഗായിട്ട് പറയാമല്ല, ഷീസ് ബെസ്റ്റ് ഫ്രണ്ട്ലി ഡോഗ് ഐ ഹാവ് സീൻ. അങ്ങനെ ഫേവറേറ്റ്സ് ആയിട്ട് വെക്കൊന്നുമില്ല. നമ്മളെല്ലാവരും ഷീസ് എ മെമ്പർ. ഞങ്ങളൊരു 5th മെമ്പർ പോലെയാണ്. എല്ലാവരുമായിട്ടും ഷീസ് ഫേവറേറ്റ്. പക്ഷേ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു അഹങ്കാരത്തോട് വേണമെങ്കിൽ പറയുകയും ഞാനുമായിട്ടാണ് കൂടുതൽ കളിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ ഷീസ് ബെസ്റ്റ് ടു എവരി വൺ. എനിക്ക് കുറച്ച് കാലമായിട്ട് എനിക്ക് ഇവിടെ വന്ന സമയത്ത് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഒരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം അപ്പോഴാണ് അവൾ വന്നിട്ട് ഒരു 1 week ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ആ ഗിഫ്റ്റ് കിട്ടിയിട്ട് 1 week ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം എൻ്റെ അടുത്ത് ഞാൻ ഇവളുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം ഞാൻ കുറച്ച് കാലത്തേക്ക് ആ വിഷമം അങ്ങ് മറന്നുപോയി. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കാറില്ല. ഇപ്പോൾ ആലോചിക്കുമ്പോഴത്തേക്കും ഷീ ഈസ് എ ഹാപ്പി പിൽ, ഷീ മെയ്ഡ് മീ ഹാപ്പി. അതിനെക്കുറിച്ച് പിന്നെ ആലോചിക്കാറില്ല. ഇപ്പം ഭയങ്കരമായിട്ട് നമുക്ക് ഒരു ഹാപ്പി പില്ലായിട്ട് ഒരു ഹാപ്പിനെസ് തരുന്ന ഒരാളാണ്. ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ അതിലോട്ടായി പോകും. നമുക്കൊരു 24 hours ഒരു പെർ ഡേ ഉണ്ടെങ്കിലും
ഇപ്പോൾ ഇവളോട് ഒരു 12 മണിക്കൂറൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 12 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് തോന്നത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര എനർജിയാണ്, ഭയങ്കര എനർജിയാണ്. ഇപ്പം നമ്മൾ പോലും തളർന്നാലും ടയേർഡായാലും എക്സോസ്റ്റ് ആയാലും ഷീ വിൽ നോട്ട് എൻഡ് ദാറ്റ്. ഷീ കീപ്പ് ഓൺ റണ്ണിങ്, ഓടിക്കൊണ്ടേയിരിക്കും. മഴയായാലും ഇപ്പം നമുക്കിപ്പം ടൈം ഇല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ അച്ഛനാണ് കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ ഈവനിങ് അച്ഛനോ അല്ലെങ്കിൽ ഞാനായാലും കൊണ്ടുപോകും. അപ്പം ഞങ്ങളിപ്പം മറന്നാലും ഞങ്ങൾക്കിപ്പം വേറെ എന്തെങ്കിലും പരിപാടിയായിട്ട് ഇങ്ങനെ എൻഗേജ്ഡ് ആണെങ്കിലും ഷീ വിൽ കം ഓൺ ടു ആൻഡ് ടേക്ക് ദാറ്റ് ലീഷ് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മളെ മുകളിൽ ചാടി കയറി പോവാം അങ്ങനെ ഒരു സൈൻ കാണിക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് വെളിയിൽ പോയി സ്പെൻഡ് ചെയ്ത് കറങ്ങാൻ. ഇപ്പം ഞങ്ങൾ വണ്ടിയിലൊക്കെ കൊണ്ടുപോകാറുണ്ട്, റൈഡിനൊക്കെ കൊണ്ടുപോകാറുണ്ട്, കാറിലായാലും ബൈക്കിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് തോളിലൊക്കെ കയറി എന്ന് പിന്നെ നല്ല എൻഗേജിങ് ആയിട്ട് നല്ല രസമാണ് കാണാൻ. ഭയങ്കരമായിട്ട് വെളിയിലേക്ക് പോകാൻ ഔട്ട് ഗോയിങ് ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. വെളിയിലേക്ക് പോയി നിൽക്കാനായും ഇപ്പം വെളിയിൽ പോയിട്ട് വന്നിട്ട് തിരിച്ച് വീട്ടിൽ കയറാനായിട്ട് ഒരു താല്പര്യമില്ലാത്തൊരാളാണ്. അതായതെന്ന് വെച്ചാൽ വെളിയിലേക്ക് തന്നെയാണ്, ഫുൾ വെളിയിൽ കറങ്ങി നടക്കാനാണ് ഇഷ്ടം പുള്ളിക്കാരിക്ക്. രാവിലെ ആയാലും വൈകുന്നേരം ആയാലും നമ്മളെ നിർബന്ധിച്ച് നമ്മളെ കൊണ്ടുപോകും. അത് കുറച്ച് ക്ലിഷേ ആയി പോവെങ്കിലും എൻ്റെ ഒരു സിസ്റ്ററിനെ പോലെ ഞാൻ വേണമെങ്കിൽ പറയാം, ക്ലോസ് ടു മൈ ഹാർട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളൊരു 5th മെമ്പർ പോലെ തന്നെയാണ് കാണുന്നത്. കാരണം വെച്ചാൽ എനിക്കിപ്പം നമ്മളിപ്പം പുള്ളിക്കാരി ഒന്ന് ഇപ്പം വെറ്റിനെ കൊണ്ടുപോകാറുണ്ട്. അപ്പോഴത്തേക്ക് വെറ്റ് കൊണ്ടുപോകുമ്പോഴത്തേക്ക് നമ്മൾ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യണമല്ലോ അവിടെ എന്തായാലും പോയി. ആ 1 മണിക്കൂർ പുള്ളിക്കാരി വീട്ടിലില്ലെങ്കിൽ നമ്മളെ വീടൊന്ന് ഉറങ്ങിയതുപോലെയും നമുക്ക് വി വിൽ മിസ് ഹർ. ഈവൻ നമ്മളൊരു അരമണിക്കൂർ കണ്ടില്ലെങ്കിലും മിസ് ചെയ്യും. ഞാനിപ്പം ഓഫീസിലാണെങ്കിലും ഞാൻ തിരിച്ച് ഓഫീസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഐ ക്യാൻ സീ ബെല്ലയുണ്ട്. അങ്ങനെ എനിക്കൊരു എന്തൂസിയാസം കാണുന്നൊരു ആളാണ് വരും. ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ടാണ്. അതായത് ഇവിടെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒരു 3rd കിഡ് പോലെയാണ് ഇദ്ദേഹം ഇവിടെ ഉള്ളത്. ഈവൻ ഞങ്ങളുടെ ഫ്രണ്ട്സിനായാലും ഭയങ്കര കാര്യം തന്നെ. ഇവിടെ വരുന്ന ഞങ്ങളെ ഒരുപാട് ഫ്രണ്ട്സ് വരാറുണ്ട്. ആ ഫ്രണ്ട്സിനെ എല്ലാവരും ഈച്ച് ആൻഡ് എവരി ആരാണ് വരുന്നത് എല്ലാവരെയും അറിയാം, കറക്റ്റായിട്ട് അറിയാം. അങ്ങനെ ഒരു സംഭവമാണ്, പറഞ്ഞു വരുമ്പോൾ ഒരു സംഭവം തന്നെയാണ്.